ഹായ് മക്കളെ, ലിബാൻ സാറാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഇനി അധികം സമയമൊന്നുമില്ല. എവിടുന്ന് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഏതാണെന്നുള്ളതും അത് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ നമുക്കറിയാം +2 അക്കൗണ്ടൻസിയിൽ 3 പാർട്ടാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇതിലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ് എല്ലാവർക്കും പഠിക്കാനുണ്ടാകും. ഇനി നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ അഥവാ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. അഥവാ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ 40 മാർക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 20 മാർക്കും ഈ 60 മാർക്കാണ് റിട്ടേൺ എക്സാം ഉണ്ടാവുക. 20 മാർക്ക് പ്രാക്ടിക്കലാണ്. ഇനി നിങ്ങൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക് പാർട്ട്ണർഷിപ്പും +40 മാർക്സ് റിട്ടേൺ എക്സാം AFS അഥവാ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ 80 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാകുന്നതായിരിക്കില്ല. സോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടേം 1, ടേം 2 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേം 1ലെ ആ ഒരു പോർഷൻ റിവൈസ് ചെയ്താൽ മാത്രം മതി. ടേം 2 ആണ് നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നത്. ടേം 1ൽ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റീകോൺസ്റ്റിറ്റ്യൂഷനിലെ അഡ്മിഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും അപ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ ആണ് ടേം 1ൽ പഠിച്ചത്. ടേം 2ൽ അതിന്റെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള പോർഷൻ ആയിട്ടുള്ള റീവാലുവേഷൻ അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തുടങ്ങിയ പോർഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീകോൺസ്റ്റിറ്റ്യൂഷനിലെ റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ ആണ്. സോ ഓരോരോ ചാപ്റ്റർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് അഡ്മിഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഏറ്റവും വലിയ ചാപ്റ്ററും നിങ്ങളുടെ ഒന്നാമത്തെ റീവാലുവേഷൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്നുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അടക്കം ഈ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. ഉറപ്പാണ്, വലിയ ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ഈ essay ക്വസ്റ്റ്യൻ അടക്കം മോസ്റ്റ്ലി നിങ്ങളുടെ എക്സാമിന്റെ വെയിറ്റേജ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിനാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ നിങ്ങളുടെ ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ ഈ 2 ക്വസ്റ്റ്യനും ഒരുമിച്ച് ചോദിക്കില്ലെങ്കിലും മിക്കവാറും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ജനറലി എന്ത് ചെയ്യാറുണ്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് എക്സാമിന് ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണാറില്ല. ദെൻ ഗുഡ്വിൽ കാൽക്കുലേഷൻ, ഗുഡ്വിൽ ട്രീറ്റ്മെന്റ്. ഗുഡ്വിലിന്റെ കാൽക്കുലേഷനും അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജേർണൽ എൻട്രി ഉണ്ടാവില്ലേ, ABC were partners, C were admitted into partnership. അദ്ദേഹം ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഇത്ര ഗുഡ്വിൽ കൊണ്ടുവന്നു, ആ ഗുഡ്വിൽ Aയും Bയും ഷെയർ ചെയ്തെടുത്തു. എങ്ങനെ ഷെയർ ചെയ്യുക, അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ എന്ത് ചെയ്യും, അവർ ഷെയർ ചെയ്യും. ഇനി ഷെയർ ചെയ്ത ഗുഡ്വിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും, ചിലപ്പോൾ അവർ ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്യും, റീറ്റെയിൻ ചെയ്യും. സോ ആ രീതിയിൽ ഗുഡ്വിലിന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെ ഗുഡ്വിലിന്റെ കാൽക്കുലേഷൻ 3 മെത്തേഡ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ്, അങ്ങനെ ആ ഒരു മെത്തേഡ് ഒന്നെങ്കിൽ ഇപ്പം ജനറലി കൂടുതലും ചോദിക്കാറുള്ളത് ഒന്നെങ്കിൽ ആവറേജ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണ്. എന്ന് സൂപ്പർ പ്രോഫിറ്റ് ചോദിക്കില്ല എന്നൊന്നുമില്ല. എക്സാമിന് ഏത് വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, 3 മെത്തേഡ് എന്ത് ചെയ്യാം പഠിച്ചിരിക്കണം. സോ ഈ ഒരു ഗുഡ്വിലുമായി റിലേറ്റ് ചെയ്തിട്ട് ദെൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ വരിക, റീകോൺസ്റ്റിറ്റ്യൂഷൻ സമയത്തുള്ള എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം, ആ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യും ഒരു 1-2 മാർക്കിന് മേ ബി നമുക്ക് എന്ത് ചെയ്യാം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് നമ്മുടെ ഈ 8 മാർക്കിന് ക്വസ്റ്റ്യന്റെ ഉള്ളിലായിട്ട് വരും. ചിലപ്പം എക്സ്റ്റേണലി ഇതിന്റെ ജേർണൽ എൻട്രി ചോദിക്കും. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ. ഇനിയുള്ളത് രണ്ടാമത് വെയിറ്റേജ് ഉള്ളത് എന്താണ്, അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഫസ്റ്റ് ചാപ്റ്റർ ടേം 1മായി റിലേറ്റ് ചെയ്താൽ ഇതിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിനടക്കം ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ചോദിക്കും. സാക്രിഫൈസിങ് അല്ലെങ്കിൽ ന്യൂ റേഷ്യോ ചോദിക്കുന്ന പോലെ എന്തെയും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ചോദിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡും ഈ ഡീഡുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസും മോസ്റ്റ്ലി ഫൈനൽ എക്സാം ആയാലും ക്രിസ്മസ് എക്സാം ആയാലും തിയറിറ്റിക്കലി വലിയ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ +2ലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻ ആണ് ഈ ഡീഡും ഡീഡിന്റെ പ്രൊവിഷൻസും. അത് 2-3 മാർക്കിന് മോസ്റ്റ്ലി എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും. ലാസ്റ്റ് വൺ എന്താണ്, എന്താ പാർട്ട്ണർഷിപ്പിന്റെ നേച്ചർ, ഫീച്ചേഴ്സിൽ മാക്സിമം എത്ര പാർട്ട്നേഴ്സ് ഉണ്ടാകും, മിനിമം എത്ര വേണം, സോ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ എക്സാം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ക്വസ്റ്റ്യനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർഷൻസ് ഒക്കെ ഉണ്ട് 1 മാർക്കും 2 മാർക്കും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂഷനിലെ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് അല്ലേ. റിട്ടയർമെന്റും ഡെത്തും രണ്ട് കേസാണ്. രണ്ടും ഒരേപോലെ പഠിക്കേണ്ട 2 കേസസ് ആണ്. കാരണം റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഞാൻ നാളെ റിട്ടയർ ചെയ്യുന്ന അങ്ങനെ പോകും ഇല്ല, അവർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഞാൻ ഒരു 3 മാസം കഴിഞ്ഞാൽ ബിസിനസ് റിട്ടയർ ചെയ്യും എന്ന് പറഞ്ഞിട്ടാ പോവുക. പക്ഷെ ഡെത്തിന്റെ ആൾ പറയോ ഞാൻ നാളെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് തീരും, അങ്ങനെ ഉണ്ടാവോ ഇല്ല. അത് അൺസർട്ടൈൻ ആണ്, പെട്ടെന്ന് നടക്കുന്ന ഒരു കേസാണ്. സോ ആ ഒരു കേസിൽ എങ്ങനെ ഉണ്ടാവുക, ന്യൂ റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ. നേരത്തെ അഡ്മിഷന്റെ കേസ് പോലെ തന്നെ റിട്ടയർമെന്റിലും ന്യൂ റേഷ്യോ കാണണം, ഗെയിനിങ് റേഷ്യോ. ഇവിടെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ എന്ത് ചെയ്യും, ബാക്കി അവിടെ നിലനിൽക്കുന്ന പാർട്ട്നേഴ്സിന് കിട്ടും. സോ അവർക്ക് ഗെയിനാ, അവരെ പഴയ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇപ്പോൾ കിട്ടും. ഇയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റും കൂടി ഇവർക്ക് കിട്ടും, അവർക്ക് ഗെയിൻ അല്ലേ. സോ ആ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാകും. സോ ഇതും അങ്ങനെ തന്നെ, ഒന്നെങ്കിൽ ന്യൂ റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. റേഷ്യോസിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്താൽ മതി, കൂടുതൽ എല്ലാം വന്നുകൊള്ളണം എന്നില്ല. ദെൻ
റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെത്ത് ആകുന്ന പാർട്ണർ, ഡെത്ത് എക്സിക്യൂട്ടർ അല്ലേ, മരിച്ചുപോയ ആളുടെ എക്സിക്യൂട്ടർ, അയാൾക്ക് ശേഷം ആർക്കാണോ ഇയാളുടെ ബാലൻസ് കൊടുക്കേണ്ടത് ആ എക്സിക്യൂട്ടർ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പാർട്ണർക്ക് കൊടുക്കാനുള്ള ബാലൻസിന്റെ കാൽക്കുലേഷൻ എന്തൊക്കെ ഉണ്ടാകും. അയാൾക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടാകും, അയാൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഗുഡ്വില്ലിന്റെ ഷെയർ, ഇതൊക്കെ അയാൾക്ക് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ ഇയാളെടുത്ത് ഇങ്ങോട്ട് വാങ്ങേണ്ട ഐറ്റംസ് ഉണ്ടാവും, അക്യുമുലേറ്റഡ് ലോസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ ബിസിനസ് അയാൾ റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരെ എന്തെങ്കിലും ലോസ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ലോസ് ഇയാൾ മൈനസ് ചെയ്യണ്ടേ. ഇയാളെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതും ഇയാളെടുത്ത് മൈനസ് ചെയ്യണ്ടേ. സോ അങ്ങനെ എന്ത് ചെയ്യും, അയാൾക്ക് എത്ര കൊടുക്കാനുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ എക്സാമിന് കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ പറയപ്പെട്ട പോർഷൻ. അപ്പം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഡിഫിക്കൽട്ട് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും കേട്ടോ. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് P&L നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ സംഭവം തന്നെയാണ്. അത് ഇവിടെയും ചോദിക്കും. എങ്ങനെയാ, ഒന്നെങ്കിൽ ഇൻഡിവിജ്വലി ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമ്മുടെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ചോദിക്കും. ദെൻ റീവാലുവേഷൻ അക്കൗണ്ട്, അഡ്മിഷന്റെ കേസിലുള്ള സെയിം റീവാലുവേഷൻ ഒക്കെ ഒന്നാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കില്ല, എല്ലാം കൂടി വലിയ ക്വസ്റ്റൻ ആയിട്ടേ ചോദിക്കാറുള്ളൂ. ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ, റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് അയാൾക്ക് കൊടുക്കാനുള്ള ബാലൻസിൽ അതെങ്ങനെ നമ്മൾ കൊടുക്കും. ഒന്നെങ്കിൽ ക്യാഷ് കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തം ലോൺ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്യാഷും കുറച്ച് ലോൺ ആയിട്ടും കൊടുക്കാം. ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റും. അത് ലോൺ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ലോൺ അക്കൗണ്ട്, അത് 3-4 രീതിയിൽ നമുക്ക് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നിട്ട് നമ്മുടെ ഇനിയുള്ള ലൈവുകളിലൊക്കെ എന്ത് ചെയ്യും, ഈ ലോൺ അക്കൗണ്ടും നിങ്ങൾക്ക് മോസ്റ്റ്ലി ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലൈവുകളും റെക്കോർഡ് വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ചാനലായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് ബാലൻസ് ഡ്യൂ ടു, റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് എങ്ങനെയാണ് പറഞ്ഞ പോലെ ലോൺ ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ എങ്ങനെയാണോ കൊടുക്കുന്നത് എന്തെയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാകും. സോ ഈ പോർഷനാണ് റിട്ടയർമെന്റും ഡെത്തുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വരാനുള്ളത്. ദെൻ രണ്ടാമത്തെ പോർഷൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കൂടുതൽ കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. നിങ്ങൾക്ക് 100 കുട്ടികളുണ്ടെങ്കിൽ അതിലുള്ള 75% കുട്ടികളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അതിലും കൂടുതലും കുട്ടികൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുക. കാരണം ഈസിലി മാർക്ക് സ്കോർ ചെയ്യാം, കുറച്ച് പഠിക്കാനുണ്ടാവുള്ളൂ, ഈ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യത്തെ 5 ചാപ്റ്റർ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ. രണ്ടാമത് ഈ ചാപ്റ്റർ ഗ്രാഫും ചാർട്ടും കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, നല്ല രീതിയിൽ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും വലിയ 2 ചാപ്റ്ററാണ് ജുനൂഖാത്തയും സ്പ്രെഡ്ഷീറ്റും. അത് അത്യാവശ്യം വലുതായി ഉണ്ടാവും, എക്സാമിന് കുറഞ്ഞ വെയിറ്റേജ് കൂടെയുള്ളൂ. ഇത് രണ്ടൊന്നും വാങ്ങാൻ പറ്റുന്നതിനേക്കാൾ ഒരു 2 മാർക്ക് എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ചാപ്റ്ററിന് വാങ്ങാം, ഏത് സ്പ്രെഡ്ഷീറ്റും അതുപോലെ തന്നെ ജുനൂഖാത്തയും. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി പഠിക്കാനുണ്ട്. ദെൻ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്, ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, നമ്മുടെ പേറോൾ അക്കൗണ്ടിങ്, അസറ്റ് അക്കൗണ്ടിങ് ഒക്കെ. സോ അത്തരത്തിലുള്ള കുറച്ച് കുരുഷ്ടി വിദ്യകൾ പഠിച്ചാൽ തന്നെ ഈ ഒരു 3ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു 6ാമത്തെ ചാപ്റ്ററിന്റെ 6th ചാപ്റ്റർ എന്ത് ചെയ്യും, നിങ്ങളുടെ നെക്സ്റ്റ് ടേമിലാണ് പഠിക്കുക. ദെൻ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, AFS. ഇതൊരു ലെങ്തി പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ വലുതായിട്ട് ഒരുപാട് പഠിക്കാനുള്ള ഒരു കോഴ്സാണ് AFS എന്നുള്ളത്. നമ്മുടെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും ഏറ്റവും ലെങ്തി ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആയിരുന്നത് ഫസ്റ്റ് ടേമിൽ പഠിച്ചു. ഇത് അത്യാവശ്യം നമ്മുടെ പാർട്ട്ണർഷിപ്പിലുള്ള ചാപ്റ്ററിനേക്കാൾ വലിയ ചാപ്റ്ററാണ് എന്ത്, ഈ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്റർ. പിന്നെ FS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ, അത് ആ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് FS എന്ത് ചെയ്യാൻ പറ്റും. ദെൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനാലിസിസ് എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അല്ലേ. സോ ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുള്ളത്. ലാസ്റ്റ് വൺ റേഷ്യോ അനാലിസിസ് അല്ലേ. ഈ റേഷ്യോ അനാലിസിസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് ഉണ്ട്. സോൾവൻസി റേഷ്യോസും ലിക്വിഡിറ്റി റേഷ്യോസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ടേൺ ഓവർ റേഷ്യോസും, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് മിക്കവാറും അറിയാം. ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റേഷ്യോ എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ചും കൂടി എംഫസൈസ് ചെയ്ത് പഠിക്കാം. പിന്നെ നിങ്ങളെ ലാസ്റ്റ് ഒരു ചാപ്റ്ററിന് അത് എന്ത് ചെയ്യും, നമ്മുടെ നെക്സ്റ്റ് ടേമിലാണ് പഠിക്കാം. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത് അവിടെ എംഫസൈസ് ചെയ്ത് പഠിക്കുക. കണ്ടന്റ് ലെവലായിട്ടും എക്സാം ലെവലായിട്ടും അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എക്സാമിന് എന്ത് ചെയ്യുക, നല്ല അറ്റൻറ്റീവ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ ഫുൾ എനർജിയും ഫുൾ ടൈമും ഫുൾ സ്കില്ലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഈ ക്രിസ്മസ് എക്സാമിൽ നിങ്ങളുടെ പോർഷൻസിൻ്റെ ഏകദേശം 70% കവർ ആകും. ഇനി കുറച്ച് കണ്ടോ, ഓരോ പോർഷനിലും ഒറ്റ ചാപ്റ്റർ മാത്രമേ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പഠിച്ച് തീർന്നാൽ പിന്നെ ഫൈനൽ എക്സാമിന് കുറച്ച് മാത്രം പഠിക്കാനും ബാക്കിയൊക്കെ റിവൈസ് ചെയ്യാനുള്ള നല്ലൊരു ടൈം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അത് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ മക്കളെ, all the very best.